എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ജന്മാഷ്ടമിയുടെ ഭാഗമായിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തിയുടെ ദഹിയണ്ടി പ്രോഗ്രാമാണ് കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു സീന് കണ്ടത്. ഇവർ നടന്ന എല്ലാ ഭാഗത്തുള്ള ഹണ്ടികൾ പൊട്ടിക്കുകയാണ് കേട്ടോ. ഇത് കാണാൻ വേണ്ടി കുറേ ദൂരമൊന്നും പോകണ്ട, ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട്, അതായത് റോഡിൽ തന്നെയാണ് കേട്ടോ ഈ പരിപാടി നടക്കുന്നത്. നമ്മളെ കാളവേലയൊക്കെ പോലെ പൂരമൊക്കെ പോലെയുള്ള ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അത്. ഇവർ ഒരുപാട് സ്ഥലത്ത് നിന്ന് പൊട്ടിച്ച്, അതായത് ഈ കുടം പൊട്ടിച്ച് വന്നിട്ടാണ് നമ്മളെ ഇവിടേക്ക് എത്തിക്കുന്നത്. രാവിലെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. 10 മണിക്ക് നമ്മൾ ബജാറൊക്കെ നടക്കുന്ന ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അപ്പോൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി രാത്രി എപ്പോഴാണ് കഴിഞ്ഞതെന്നൊന്നും അറിയില്ല. കുറച്ച് വീഡിയോസ് നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനം എങ്ങാനും ക്ഷീണിച്ചിട്ട് പറയാൻ മറന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ഒരു റൗണ്ടുള്ള ഈ സംഭവത്തിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ ആ ഹണ്ടി പൊട്ടിക്കാനുള്ള ആ കുട ഉള്ളത്. ഈ കുടത്തിൽ എന്തൊക്കെയോ ഉണ്ട്, ഒരു തേങ്ങ ഉണ്ട്, അത് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ സ്റ്റഡിയിലാക്കുന്നുണ്ട്, അത് മേലക്കും താഴത്തേക്കൊക്കെ ആക്കിയിട്ട് അവരത് കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അത് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളത് പൊട്ടിക്കാനുള്ള ആൾക്കാർ അതിൻ്റെ മുകളിലേക്ക് കയറുന്നത് കേട്ടോ. സ്റ്റെപ്പാണെന്ന് തോന്നുന്നു. താഴത്തുനിന്ന് മേലേക്ക് ആൾക്കാർ കയറി നോക്കിയിട്ട് അവർ താഴത്തോട്ട് ഇറങ്ങി പിന്നെ രണ്ടാമത് കയറിയിട്ടാണ് കേട്ടോ അവരത് സെറ്റാക്കുന്നുണ്ടായിരുന്നു. സെറ്റാക്കുക മീൻസ് കാരണം അതിൻ്റെ ഉയരത്തിൽ കയറിയിട്ട് നമ്മളത് വീഴില്ല എന്നുള്ളൊരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് അവർ രണ്ടാമത് കയറിയിട്ടാണ് കേട്ടോ അത് പൊട്ടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മേലത്തെ പ്രാവശ്യം, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മേലത്തെ പ്രാവശ്യമുള്ള പരിപാടി ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. ഒരു 6 മണി 7 മണിയൊക്കെ ആയിരുന്നു. നല്ല ഇരുട്ടായിരുന്നു, നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ വെള്ളമൊക്കെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം പാർന്നിട്ടൊക്കെ എനിക്കത് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ പരിപാടി. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല. ഈ പ്രാവശ്യം അത്ര വലിയൊരു ഗംഭീരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുടം പൊട്ടിച്ച് കഴിച്ചു. ഈ കുടം മണ്ണ് പൊട്ടിക്കുന്നതിന് എന്തൊക്കെ പൈസയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു ചെറിയൊരു സ്വീകരണം, മീൻസ് ഇത് പഠിപ്പിക്കുന്നത്, അതായത് ഈ ഒരു കൃഷ്ണജയന്തിയുടെ ഭാഗമായിട്ട് പരിപാടി ഒരു ഏകദേശം ഒരു 10-15 ദിവസമായിട്ട് അതിൻ്റെ പ്രാക്ടീസൊക്കെ ഞങ്ങളിവിടെ ഒരു സ്കൂളിലാണ് നടന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെയും കൊണ്ടൊക്കെ പോയിരുന്നവർക്ക് ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്, അതായത് പ്രാക്ടീസ് നടക്കുന്നത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇല്ലേത് അതിൻ്റെ സാറിന് അവിടെ എന്താ പറയുക, മറ്റേ പഞ്ഞാടയാണോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഇടും. ക്യാഷാണെന്ന് തോന്നുന്നു. ക്യാഷും ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. ചെറിയൊരു അയാളുടെ സന്തോഷത്തിന് എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് ശിവമന്ദിർ എന്നൊക്കെ പറയട്ടെ, അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് പിന്നെ അടുത്തത് മീൻസ് നല്ല അത് ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരുപാട് നടന്നു കഴിഞ്ഞാൽ രാവിലെ 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര നടന്നിട്ടുണ്ടാവുമെന്ന് ഊഹിച്ചാൽ മനസ്സിലാവും. ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നു അത്. गोपाल गाला आले का सगळे? अरे रावणीचे कृष्ण आले का सगळे? आतमध्ये आले का सगळे? आले, हात वर करायचं, हात वर करायचं.
आपल्या तालुक्याचे लोकप्रिय आमदार प्राजक्त दादा यांचं आगमन झालेलं आहे. आज रावरी शहरातील सर्वात मोठी दहीहंडी उत्सव पारितोषिक रक्कम 51,000 रुपये. थोड्याच वेळात या दहीहंडी फोडण्याचा कार्यक्रम मित्रमंडळाच्या वतीने होणार आहे. അപ്പോൾ അത് അവിടുത്തെ കുടം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. ഇവിടെ എന്തൊക്കെ കുടം പൊട്ടിക്കലൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ പോലെ കളികളൊക്കെയാണ്. ഇത് ഓരോ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് സ്റ്റെപ്പ് ചേഞ്ച് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും ഓലിക്ക് ക്ഷീണമൊന്നുമില്ല. ക്ഷീണമല്ല മീൻസ് ഓലിക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും എനിക്ക് കാണാമല്ലോ. ഇപ്പോൾ ഈ പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിചാരിച്ച് നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ചെവി നന്നായിട്ട് കൂക്കൽ തുടങ്ങിയിരുന്നു ഈ പാട്ട് കേട്ടിട്ട്. നെഞ്ഞൊക്കെ അങ്ങനെ പടക്കുകയാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.